ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എതിരാളികൾക്ക് ലീഡ് നൽകാതെ വ്യക്തമായ ആധിപത്യം പുലർത്തിയാണ് എ.സി. മൊയ്തീന്റെ വിജയം. ഇതോടെ 2006 ബാബു എം പാലിശ്ശേരിയിലൂടെ ആരംഭിച്ച വിജയ പരമ്പരയിലെ തുടർച്ചയായ 5ാം വിജയമാണ് ഇക്കുറി എ.സി. മൊയ്തീൻ നേടിയത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയതു മുതൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ.സി. മൊയ്തീൻ വ്യക്തമായ ലീഡ് നിലനിർത്തിയിരുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കവെ ഓരോ റൌണ്ടിലും തന്റെ ആധിപത്യം ഉറപ്പിച്ച മൊയ്തീൻ ഒടുവിൽ 15 റൌണ്ടുകളും പൂർത്തിയായപ്പോൾ എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് വിജയം കൈപ്പിടിയിലൊതുക്കിയത്. ശക്തമായ മത്സരത്തിനാണ് കുന്നംകുളം ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ എൽ.ഡി.എഫിന്റെ എ.സി. മൊയ്തീനും മണ്ഡലം തിരിച്ചുപിടിക്കാൻ സർവ്വസജ്ജമായി ഇറങ്ങിയ യു.ഡി.എഫിലെ പി.ടി. അജയ് മോഹനും കടുത്ത പോരാട്ടം കാഴ്ചവെച്ച എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ.ആർ. റിജിലും തമ്മിലായിരുന്നു പ്രധാന മത്സരം. ആം ആദ്മി പാർട്ടിയുടെ രാജീവ് കെ.എസും മത്സരരംഗത്തുണ്ടായിരുന്നു. മത്സരബലം പുറത്തുവന്നപ്പോൾ എ.സി. മൊയ്തീൻ 69,522 വോട്ടുകൾ നേടിയപ്പോൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പി.ടി. അജയ് മോഹൻ 64,959 വോട്ടുകളും എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ.ആർ. റിജിൽ 17,104 വോട്ടുകളും സ്വന്തമാക്കി. ആം ആദ്മി സ്ഥാനാർത്ഥി കെ.എസ്. രാജീവ് 1035 വോട്ടുകൾ നേടിയപ്പോൾ 1115 പേർ നോട്ടയ്ക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 4563 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എ.സി. മൊയ്തീൻ കുന്നംകുളത്ത് വീണ്ടും ചെങ്കൊടി പാറിച്ചത്. വിജയത്തിൽ വോട്ടർമാരോട് എ.സി. മൊയ്തീൻ നന്ദി പറഞ്ഞു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും എൽ.ഡി.എഫ് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്കുമുള്ള അംഗീകാരമാണ് ഈ വിജയമെന്ന് മൊയ്തീൻ പറഞ്ഞു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. വിജയാഹ്ലാദവുമായി എൽ.ഡി.എഫ് പ്രവർത്തകർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനങ്ങൾ നടത്തി.